LDFിലെ പി വിശ്വനാഥൻ കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാനായി കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പണിയ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ നഗരസഭാ അധ്യക്ഷൻ എന്ന ചരിത്ര നേട്ടവും ഇതോടെ അദ്ദേഹം സ്വന്തമാക്കി. ചെയർമാൻ സ്ഥാനം പട്ടിക വർഗ്ഗക്കാർക്കായി സംവരണം ചെയ്തിരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ 17 വോട്ടുകൾ നേടിയാണ് വിശ്വനാഥൻ വിജയിച്ചത്. വിശ്വനാഥന്റെ രാഷ്ട്രീയ പ്രവർത്തന പരിചയവും സീനിയോറിറ്റിയും മുൻനിർത്തിയാണ് LDF അദ്ദേഹത്തെ ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. എടകുനി ഡിവിഷനിൽ നിന്ന് രണ്ടാം തവണയാണ് വിശ്വനാഥൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. നിലവിൽ CPM കൽപ്പറ്റ ഏരിയ കമ്മിറ്റി അംഗമായ ഇദ്ദേഹം ആദിവാസി ക്ഷേമ സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. കരിന്തണ്ടൻ നാടൻ പാട്ട് കലാഗ്രൂപ്പിന്റെ സജീവ പ്രവർത്തകനെന്ന നിലയിലും അദ്ദേഹം ശ്രദ്ധേയനാണ്. ആകെ 30 ഡിവിഷനുകളുള്ള കൽപ്പറ്റ നഗരസഭയിൽ 17 സീറ്റുകൾ നേടിയാണ് ഇത്തവണ LDF അധികാരം പിടിച്ചെടുത്തത്. ഇതോടെ 1.5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന UDF ഭരണത്തിന് അവസാനമായി. കഴിഞ്ഞ തവണ 15 സീറ്റുകൾ ഉണ്ടായിരുന്ന UDFന് ഇക്കുറി 11 സീറ്റുകൾ മാത്രമാണ് അവിടെ നേടാൻ കഴിഞ്ഞത്. അതേസമയം LDFിന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്ന പുളിയാർമല, കൈനാട്ടി ഡിവിഷനുകളിൽ വിജയിച്ച് NDAയും തങ്ങളുടെ കരുത്ത് തെളിയിച്ചു. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നഗരസഭയിൽ വീണ്ടും NDA അക്കൗണ്ട് തുറക്കുന്നത്. 2015 കൗൺസിലർ ആയിരുന്നുവെങ്കിലും ആദ്യമായാണ് വിശ്വനാഥൻ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നത്. UDF ഭരിക്കുന്ന നഗരസഭ ഇത്തവണ LDF പിടിച്ചെടുത്തോടെയാണ് പണിയ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ അധ്യക്ഷൻ എന്ന പദവി വിശ്വനാഥനിലേക്ക് വരുന്നത്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ചു കൊണ്ടുപോവുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്ന് വിശ്വനാഥൻ പറയുന്നു. തൊട്ടുകൂടായ്മയും അനാചാരങ്ങളും സ്വന്തം വിഭാഗത്തിൽ നിന്ന് പോലും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് പണിയരും കാട്ടുനായ്ക്കരും ഒക്കെ അടങ്ങുന്ന ആദിവാസി വിഭാഗങ്ങൾ. പട്ടികവർഗ വിഭാഗത്തിനുള്ള ആനുകൂല്യങ്ങളുടെ പട്ടികയിൽ, അവകാശങ്ങളുടെ പട്ടികയിൽ, സംവരണ ആനുകൂല്യങ്ങളുടെ പട്ടികയിലൊക്കെ അവർ എപ്പോഴും പിന്നിലായിരിക്കും. ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത, പച്ചയായി ജീവിക്കാൻ മാത്രം അറിയുന്ന മനുഷ്യരായതുകൊണ്ട് പലയിടത്തും ഇവർക്ക് തോൽവി തന്നെയാണ് ഫലം. ആദിവാസി വിഭാഗത്തിന്റെ പരിഗണനാ പട്ടികയിൽ നിന്ന് പോലും പലപ്പോഴും പിന്തള്ളിപ്പോകുന്ന സമുദായങ്ങളിലൊന്നായ പണിയ വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രതിനിധിയായ CPM നേതാവ് പി വിശ്വനാഥൻ ഇനിയുള്ള 5 വർഷം ഇരിക്കാൻ പോകുന്നത് കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാൻ്റെ ബോർഡ് വെച്ച ഓഫീസിലായിരിക്കും. ജാതിയുടെയും വിവേചനത്തിൻ്റെയും മതിൽക്കെട്ടുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വിശ്വനാഥൻ എന്നൊരു വ്യക്തി ഒരു മുനിസിപ്പാലിറ്റിയുടെ നഗരപിതാവായി വരുന്നത് കൊണ്ട് അതിൽ വലുതായ മാറ്റങ്ങൾ ഉണ്ടാകാനും പോകുന്നില്ല. എന്നാൽ ഇതൊരു തുടക്കമായി കാണണം, അല്ലെങ്കിൽ അങ്ങനെ മാറണം. ഇതേപോലെ പലയിടത്തും രാഷ്ട്രീയ പാർട്ടികൾ പട്ടികജാതിക്കാർക്കായി സ്ഥാനമാനങ്ങൾ മാറ്റിവെക്കണം. അങ്ങനെയെങ്കിലും വർഷങ്ങൾ കഴിയുമ്പോഴെങ്കിലും നമ്മുടെ സമൂഹത്തിൽ സമത്വമുണ്ടാകും.